കുറച്ചു കാലം കഴിഞ്ഞവർ ജിന്നിനെ വിളിക്കാൻ തുടങ്ങുന്നതാണ് ഇപ്പൊ അവസാനം പറയുന്നത്. ഇപ്പൊ ആരും വിളിക്കണില്ല, വിളിക്കണമെന്ന് പറയണില്ല. നമ്മൾ ജനങ്ങൾക്ക് വിശദീകരണം കൊടുത്ത ഭാഷ ഇനി കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞ ഇവരൊക്കെ മരിച്ച് ഇവരെ മക്കളൊക്കെ വന്ന ഒരു വിളി തുടങ്ങും. അതാണ് നമുക്കോട് പറയാനുള്ളത്. എന്താ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക കൃത്യമായ പ്രമാണവും ആദർശ നിലപാടും. എന്താ നമ്മുടെ ആദർശം നിങ്ങൾക്കറിയും? നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സഹാബത്തും നമ്മുടെ പൂർവികന്മാരും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെ പരിഭാഷ നോക്കി നമുക്ക് തോന്നിയതൊക്കെ പറയാൻ പറ്റൂല എന്നാണ്. അതാണ് മനഹജുസ് സലഫ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നു, നമ്മൾ വെല്ലുവിളിയോടെ പറയുന്നു, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം സ്വഹാബത്തോ പ്രവാചകനോ പൂർവികന്മാരോ ജിന്നുകളോട് നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും കാലഘട്ടം എന്തൊക്കെ സന്ദർഭങ്ങൾ സഹാബത്തിന്റെ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട്? ഏതെങ്കിലും നിലക്കുള്ള ഒരു സഹായം ചോദിച്ചിട്ടില്ല. അതാണ് നമ്മുടെ പ്രമാണം. അതാണ് നമ്മുടെ പ്രമാണം. പിന്നെ ചോദിക്കുന്ന നിലക്കുള്ള ജിന്നിനോടുള്ള ബന്ധങ്ങൾ അത് മനുഷ്യനെ അതിന് എന്ത് ന്യായം പറഞ്ഞാലും അതുപോലും ശിർക്കിലേക്ക് എത്തിക്കും എന്ന് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത ആളുകളുടെ പേരിൽ ഈ ആരോപണം പറയുന്നതിൽ എന്താർത്ഥം?